ഒരാളായിട്ട് ഇഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ലൊരുത്തനെ കാണുന്ന സമയത്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കുക. മൊബൈൽ ഫോണാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. ഒരു മൊബൈൽ ഉപയോഗിക്കുന്നു, ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുന്ന സമയത്ത് മറ്റവൻ്റെ കയ്യിൽ S24 Ultra കാണുന്ന സമയത്ത് എന്നൊക്കെ S24 Ultra അങ്ങനെ ഭയങ്കര മോശമാണ്. ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരു പെൺകുട്ടി, ഒരു ക്യാരക്ടർ ഇല്ലാത്ത, ചിലപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഒരു ക്യാരക്ടറില്ല. ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത്, ഒരു സംസ്കാരമില്ല. അത് കഴിഞ്ഞിട്ട് ഗബ്രി കാണിക്കണേ ഇങ്ങനെ കാണിച്ചു കേട്ടോ, പിന്നെ ഇങ്ങനെ കാണിച്ചു ഒരുവിധം ആക്ഷൻ ഒക്കെ എനിക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. കമന്റ് ചെയ്തോ. നമ്മള് പഴയ 143 ബാലാമണി 143 നമ്മളിപ്പോഴും സമയത്ത് ഞാൻ കോളേജിലല്ലേ അല്ല ഞാൻ +1 ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ഒരുമിച്ച് പോയി കണ്ട പടാണ്. അതാണ് ഞാൻ പറയുന്നത്, കല്യാണത്തിന് മുമ്പേ കേട്ടോ, കല്യാണത്തിനൊക്കെ മുമ്പേ കണ്ട ഭാഷ എന്ന് പറഞ്ഞാൽ ബാലാമണി 143. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് പ്ലസ് ലൈവ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ യൂഷ്വൽ വീഡിയോ ആണ്. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാവിലെയാണ്, പക്ഷേ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ്. ഇന്നലെയാണ് ഈ വീഡിയോ ചെയ്തത്, പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെയാണ്. ഞാൻ ഏകദേശം ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കാരണം വെച്ചാൽ രാത്രി നമ്മുടെ വീഡിയോസ് രാത്രി ഒരുപാട് ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് അതിൻ്റെ റീച്ചിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ വീഡിയോസ് ഇനി മുതൽ രാവിലെ വരാനാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ ഒരു 7 മണിയാവുന്നതോട് കൂടി ഓക്കെ, തട്ടിമറിച്ചിട്ടല്ല എല്ലാം കൂടി. പിന്നെ എന്തൊക്കെ ഇന്നത്തെ വിശേഷം? ഇന്ന് രാവിലെ അത് പറയാം ഫസ്റ്റ്. ഇന്ന് രാവിലെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ മോർണിംഗ് ടാസ്കും അതൊക്കെ കഴിഞ്ഞു. അതൊന്നും അത്ര വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരുന്നിട്ട് ക്യാപ്റ്റൻസിക്ക് ആരൊക്കെ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ 3 പേരെ തിരഞ്ഞെടുത്തുല്ലോ, ശ്രീതു, നന്ദന, ജിൻഡോ. ഇവരെ തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെയാണ് പ്രശ്നം, കുറച്ച് സീരിയസ് പ്രശ്നം ഉണ്ടായത്. അതായത് നമ്മളെ ജാൻമണി പറഞ്ഞു, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, അത് കുറച്ച് സീരിയസ് ആണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ വരെ ബാധിക്കുന്ന ഒരു കാര്യം ഒരാൾ പറഞ്ഞു, അതായത് ഒരു നമ്പർ പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്ന്, അത് ഇനി റിപ്പീറ്റ് ചെയ്യരുത്, അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അത് ഞങ്ങളെ കമ്മ്യൂണിറ്റീനെ തന്നെ ബാധിക്കും എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ അത് ആരാണെന്നുള്ളത് ജാൻമണി പറഞ്ഞില്ല, ആരും റിവീൽ ചെയ്തിട്ടില്ല അതുവരെ. പക്ഷേ എപ്പിസോഡ് കണ്ട സമയത്ത് മനസ്സിലായി. സംഗതി വളരെ സിമ്പിളാണ്. 9 എന്നൊരക്കം അവിടെ പറഞ്ഞു. അത് പറഞ്ഞത് അർജുനാണ്. എന്ത് കോൺടെക്സ്റ്റാണെന്നുള്ളത് ഏകദേശം ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായോ എന്നുള്ളത് അറിയില്ല. ജിൻഡോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജിൻഡോ പറഞ്ഞു, ഞാൻ 8 പൂരി കഴിച്ചു പറഞ്ഞു. നോർമൽ കോൺവെർസേഷൻ. ജിൻഡോൻ്റെ റൈറ്റ് സൈഡിൽ ജാൻമണി ഇരിക്കുന്നു, പുറത്ത് രശ്മിന തോന്നുന്നുണ്ട്, അതിൻ്റെ പുറത്ത് രശ്മിൻ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ പുറത്ത് അർജുൻ ഇരിക്കുന്നുണ്ട്. ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 8 എണ്ണം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോർമലി പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തോട്ടെ, എനിക്ക് മനസ്സിലായില്ല. 8ന്റെ കൂടെ ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ 9 ആയില്ലോ എന്ന് പറഞ്ഞു. ജാൻമണിയെ സംബന്ധിച്ച്, അവരുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി അതൊരു വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം വെച്ചാൽ അവർ ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ഈ ഒരു 9 ഞാൻ ഉദ്ദേശിച്ചത് അർജുൻ പറഞ്ഞല്ല കേട്ടോ. അർജുൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 60% അർജുൻ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നുന്നില്ല. ഇനി 40% അർജുന് മാത്രമേ അറിയുള്ളൂ. അർജുൻ ഉദ്ദേശിച്ചാണോ ബിഗ് ബോസിൽ കണ്ടതാണ് അർജുൻ എന്ന് വെച്ചാൽ ഫേക്ക് അല്ല. ആ ബിഗ് ബോസിൽ കണ്ട ആളാണ് അർജുൻ എന്ന് വെച്ചാൽ അർജുൻ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. ഇനി അതല്ല അർജുൻ അങ്ങനെ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അർജുൻ പറഞ്ഞാൽ അർജുനെ പോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞില്ല. അതേ അർജുൻ അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു. ഫേക്ക് എന്നല്ല പറയാ, അറിയില്ല, നമുക്കൊന്നും പറയാനില്ല. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു. ഇതാണ് അവിടുത്തെ ഇഷ്യൂ ഉണ്ടായത്. പക്ഷെ ഇതെന്താ സംഗതി വെച്ചാൽ വേറെ ആൾക്കാരുടെ അതിന് മുന്നൊരു കാര്യം പറയട്ടെ. ബിഗ് ബോസ് അനൗൺസ് ചെയ്തൊരു സെൻസിറ്റീവ് ഇഷ്യൂ. അതെപ്പോഴാന്നറിയോ, ഇവര് ഭയങ്കര നോറയും ജാസ്മിനും വല്ലാണ്ട് ഫൈറ്റ് ചെയ്തു. ആരാന്ന് അറിയണം, എല്ലാവരും ആദ്യം വെച്ചിട്ടു. അപ്പൊ പവർ ടീം പറഞ്ഞു, ജാൻമണിക്ക് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ അത് പറയില്ല, അത് അവിടെ നിന്ന് വിടൂ പറഞ്ഞു. പക്ഷെ ജാൻമണി പറഞ്ഞു എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന്. പക്ഷെ ഇവര് വിടുന്നില്ല, അറിയണം. അതിൽ ഏറ്റവും കൂടുതൽ ഒച്ച വെച്ചത് ജാസ്മിനും നോറയ. കാരണം അവര് പറയണം അവരുടെ മൗത്ത് നോക്കിയിട്ടാണ് ജാസ്മിൻ നോറയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നൊരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് തന്നെ സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് പറഞ്ഞറിയോ? ബിഗ് ബോസിന് പോലും ഒരു പക്ഷേ ചിലപ്പോൾ അർജുൻ ഡെലിബറേറ്റ്ലി പറഞ്ഞാണെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇത് ഡിസ്കഷൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയി മാറും. ഇനി നമുക്ക് അറിയില്ല, ഇതൊക്കെ കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതിനുള്ള ആൾക്കാർ കളിക്കുന്നത്. ഞാനിപ്പോൾ തോന്നിയ തോട്ടാണ് ഇത്. അർജുൻ ചിലപ്പോൾ ഒരു പക്ഷേ നോർമൽ കണ്ടീഷനിൽ പറഞ്ഞതാണ്. ജാൻമണി ഇത് സീൻ ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഹേർട്ട് ആവുന്ന സംഭവം തന്നെയാണ് ഇത് സംഗതി സത്യം തന്നെ. കാരണം അവർക്ക് അത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഒരുപാട്
അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അവരെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ജാൻമണി ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന നമ്മൾ കാണുന്നത്. പക്ഷെ അതല്ലാണ്ട് അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ട് നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്തത്ര അനുഭവിച്ചിട്ട് വന്നവരായിരിക്കും. അപ്പൊ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് അവരെയാണ് എന്നൊരു തോന്നല് വരുന്നുണ്ടാവും. അങ്ങനെയുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അർജുൻ ശരിക്കും പറഞ്ഞതും ആവാൻ ചാൻസ് ഇല്ല. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. നമുക്ക് രണ്ട് പോർഷൻ നമുക്ക് അതിനുള്ള ഒരു അഭിപ്രായം പറയാനുള്ള സംഗതി നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു സംഗതി സ്വാഭാവികമായിട്ട് നടക്കുന്നു. പിന്നെ പറഞ്ഞത് ജാൻമണി, ചത്തത് കീചകൻ എന്താ കൊന്നത് ഭീമനോ അങ്ങനെ എന്തോ പറയില്ലേ, ഇത് പറഞ്ഞ മാതിരി പറഞ്ഞത് പിന്നെ ജാൻമണീന്റെ വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇളകാൻ ചാൻസ് ഉള്ളത് നോറയ്ക്കാണ്. നോറയ്ക്ക് കടിച്ചു ഭയങ്കരമായിട്ട് പറയാ. അത് കഴിഞ്ഞപ്പോ ജാസ്മിൻ അതിലും കൂടുതലായിട്ട്. ജാസ്മിന്റെ ഒക്കെ കേസ് എന്താ പറയാൻ കാരണം അറിയോ, യമോ പോയിട്ട് ഈ പിന്നെ അല്ല ജാസ്മിൻ ചൂടായി, ഒരുപാട് ചോദിച്ചു ആരാന്ന് അറിയണം, ഞങ്ങൾക്ക് അറിയണം പറഞ്ഞപ്പോഴാണ് ജാൻമണി വന്ന് പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞാൽ നിനക്ക് പിന്നെ അറിയാൻ പറ്റുന്നു. ദേഷ്യം വന്നിട്ട് അറിയുന്നു പറഞ്ഞു. അതിലൊന്നും കൂടി ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ 19 പേര്, ഈ 19 പേര് അവിടെ ഉള്ളതിൽ 19 പേരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇപ്പൊ ജാസ്മിനോ അല്ലെങ്കിൽ ഇവളുണ്ടല്ലോ എന്താ പറഞ്ഞ നോറ അല്ലാത്ത ഒരുവിധം എല്ലാവർക്കും അവിടെ ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് ബിഗ് ബോസ് പറഞ്ഞ സമയത്തും പറഞ്ഞതിന് മുന്നേ ഈ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് ഇവർ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കണോ. ഈവൻ റസ്മിന് വരെ റസ്മിനൊക്കെ നിർത്തി ഒരുവിധം എല്ലാവരും മതി. ഗബ്രി വരെ നിർത്തി. അപ്പൊ ഇതിന്റെ സീരിയസ്നെസ് അതെന്താ കാരണം വെച്ചാല് കണ്ടന്റ് ആണ് ഇത് സംഭവം. നോറ ഞാൻ സീരിയസ് ആയിട്ട് കണ്ടന്റിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്ന ഒരാള് അല്ലേ. ഇങ്ങനെ നോറയ്ക്ക് ഒരുപാട് ഫാൻസും സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ പല സമയത്ത് തോന്നി. നമ്മൾ തന്നെ വിധുവിനെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നോറേന്റെ ഓരോന്നും കൂടി ഇൻഡിപെൻഡന്റ് തുറന്നടിച്ച് സംസാരിക്കുന്നു, ബോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഓവറാ അതെന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ സമയത്ത് മനസ്സിലാവും. ഇത് കഴിഞ്ഞോടുകൂടി ജാസ്മിന് പിരിയിളകുന്നു, ജാസ്മിൻ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, ഭയങ്കര ഇഷ്യൂയും കാര്യങ്ങളൊക്കെ സംഭവം ഉണ്ടായി. ഈ ഉണ്ടാവുന്നതോട് കൂടിയാണ് നമ്മുടെ സിബിന്റെ ഭാഗത്തുനിന്ന് അല്ലെ വിധു. അതെന്താന്ന് വെച്ചാൽ ജാസ്മിൻ നിർത്തുന്നില്ല. നിർത്താണ്ട് നിന്നപ്പോൾ സിബിൻ അവിടുന്ന് പറയുന്നുണ്ട്, എല്ലാവരും പറഞ്ഞു മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞു. പിന്നെ നമ്മളെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കേട്ടോ, എന്താ പറയാ ഇതൊരു പിന്നെ ഈ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, ഇനി ഇതിനെ കുറിച്ചിട്ട് സംസാരം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. ജാസ്മിൻ അപ്പോഴും സിബിൻ മിണ്ടാണ്ടിരിക്കുക എന്തോ പറഞ്ഞപ്പോ സിബിനോട് ജാസ്മിൻ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, ജിൻഡോനോട് സിബിനോടും അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവർ പറഞ്ഞത് കേൾക്കാണ്ട് ഇങ്ങനെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക. അത് ശരിക്കും ഒരു പ്രൊവോക്കിംഗ് ആയിട്ട് എന്തോ വേർഡ് പറഞ്ഞു, എനിക്ക് പറയാൻ കിട്ടില്ല. അല്ല സിബിന് ദേഷ്യം വന്നിട്ട് സംസാരിക്കാൻ പറ്റാണ്, ദേഷ്യം വന്നിട്ട് സിബിൻ പിന്നീട് ആക്ഷൻ കാണിച്ചു. അത് സിബിൻ 4-5 അടി അടിച്ചിട്ട് ഈ കൈ കൊണ്ടുള്ള മിഡിൽ ഫിംഗർ ആക്ഷൻ കാണിച്ചു. സംഭവം ആ ജസ്റ്റർ കാണിച്ചു, അത് കാണിക്കാൻ പാടില്ല, അത് ശീലിച്ചു. അത് അവരൊക്കെ അങ്ങനെ ആയിരിക്കും ചിലപ്പോ എപ്പോഴും കാണിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ സീസണിൽ എല്ലാവരും എഫ് ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ അതിന്റെ മുമ്പത്തെ സീസണിൽ ഫുൾ അങ്ങനെ കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ കംപ്ലീറ്റ് എഫ് ആയിരുന്നു. അതും ലാലേട്ടൻ പറഞ്ഞു നിർത്തിച്ചു, പക്ഷെ എന്നാലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ വലിയ സംസ്കാരമുള്ള ആൾക്കാര്. ഇവർക്ക് ഇപ്പോ ജാസ്മിൻ ഇപ്പോ ശരിയാണ് സിബിൻ കാണിച്ചത് തെറ്റല്ലാന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവര് പൊക്കിക്കൊണ്ടിരുന്ന കോണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ രാത്രി ജിൻഡോനെ 10-14 വയസ്സ് 13 വയസ്സ് മൂത്ത ജിൻഡോനെ സൊട്ട മണ്ട കിണ്ട എന്തൊക്കെ ഒരു വർത്താനം അവള് വിളിച്ചു പറയുന്നത് അല്ലേ. ഒരു തന്തയില്ലാത്തവനും എന്താ വാക്കിന്റെ ഒക്കെ ഇത് ഇതിലേറെ ഭയങ്കര. ജാസ്മിൻ പറയണൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് തന്തയില്ലാത്തവൻ. ഒരു തന്തയില്ലാത്തവരെന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരുപാട് മീനിങ് ഉണ്ട്. ഡയറക്റ്റായിട്ട് അമ്മേനെയാണ് പറയുന്നത്. നമ്മളവിടെ ചില നാട്ടിൽ ഈ കണ്ണൂരോ കാസർഗോഡ് അവിടെ എവിടെയൊക്കെ അതിന്റെ മോനെ വിളി ഒരുപാടുണ്ട്. നമ്മളവിടെയൊക്കെയാണ് വിളിക്കുന്നത് മോഹത്തൊന്ന് കഴിഞ്ഞിട്ട് ആട്ടി അപ്പ പൊട്ടിയറിഞ്ഞാൽ മതി. കാരണം അത് വേറെ അർത്ഥത്തേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ ഈ ഒരു സംഗതി ആക്ഷനും പോട്ടെ കാണിച്ചു തെറ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് സിബിൻ പക്ഷെ എനിക്ക് സിബിൻ എന്റെ ഫേവറേറ്റ് ഒന്നും അല്ല. ആരും എനിക്ക് ഫേവറേറ്റ് ആയിട്ടില്ല. ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ ഫേവറേറ്റ്. എനിക്ക് ആരും ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഉള്ള പോലെ പറയുന്നത് സിബിൻ അപ്പോ ശരിക്കും ഹാർട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ, ശരിക്കും മനസ്സ് തട്ടിയിട്ടാണ് സോറി പറഞ്ഞത്. കാരണം സിബിന് ആകെ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാവില്ലേ. അങ്ങനെ സോറി പറഞ്ഞു. പൂജയ്ക്ക് ഭയങ്കര വിഷമായി. അവരൊക്കെ കാരണം ചെയ്തു പോയി. അപ്പൊ അവരൊക്കെ സോറി പറഞ്ഞു. സിബിൻ അപ്പം തന്നെ സോറി പറഞ്ഞു കേട്ടോ. പിന്നെ സിബിന് വേണ്ട ശിക്ഷ ജാസ്മിന് തീരുമാനിക്കാന്നൊക്കെ അവർ ടീമൊക്കെ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടും ബിഗ് ബോസ് അവിടെ എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് അനൗൺസ് ചെയ്തു സിബിൻ ചെയ്ത് തെറ്റാണ്. ഫസ്റ്റ് ഒരു താക്കീത് തരുന്നു. ഇനി ലാലേട്ടൻ വരുമ്പോ സിബിനോട് അതിനെ കുറിച്ച് സംസാരിക്കുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരുമ്പോ സിബിന്റെ പവർ ടീമിൽ നിന്ന് പുറത്താക്കും. അതാണ് ബിഗ് ബോസിന്റെ ഐഡിയ. എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാണ് സിബിനെ അതിന് പുറത്താക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സിബിന്റെ മേലെ ഒരു
സിബിന്റെ അടുത്തേക്ക് ഗെയിം ഇതന്നെയായ രസമില്ലല്ലോ ഗെയിം മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇനി ലാലേട്ടൻ എന്ത് പറയും, സിബിൻ ഈ തെറ്റ് ചെയ്തോണ്ട് സിബിന് ഒരു ശിക്ഷയാണ്, പവർ ടീമിൽ ഇനി സിബിൻ ഈ ആഴ്ച ഈ സെയിം പവർ ടീം തുടരുന്നത്. അവര് ജയിച്ചില്ലേ സംഭവം. അപ്പൊ സിബിൻ പവർ ടീമിൽ നിന്ന് പുറത്തു വരും മിക്കവാറും. ഉറപ്പിക്കണ്ട, ലാലേട്ടൻ ചിലപ്പോൾ അങ്ങനെ അല്ല ചെയ്യും. അത് പിന്നെ ഡിസ്കഷൻ ആക്കും വേണം. പിന്നെ ജാസ്മിനെ കുറച്ച് പൊക്കും ചെയ്യും. അപ്പൊ ജാസ്മിന് സ്വാഭാവികമായിട്ട് തോന്നും ചെയ്യും അവളെ പൊക്കിക്കോട്ടെ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട്. പിന്നെ നമ്മുടെ നോറ ആസ് യൂഷ്വൽ, നോറയ്ക്ക് ആരെങ്കിലും ഒരാളെ കിട്ടണം. സായി ആണെങ്കിൽ പാവം. സായി ഇങ്ങനെ ചോദിക്കും, നോറെ എന്താ സായിയുടെ മലപ്പുറം ഭാഷയിലുള്ള സംസാരം നല്ല രസാ, ആ ഒരു ഭാഷയില്ലേ ഈ കണക്കൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. നമുക്ക് നമ്മളെ ഭാഷ വരെ തോന്നുന്നത് സായിക്ക് സായി കാരണം എന്താണെന്ന് വെച്ചാൽ സായി അവിടെ സത്യം പറഞ്ഞാൽ നോറയ്ക്ക് സ്പേസ് കൊടുക്കുകയാണ്. നോറ സ്പേസിന് വേണ്ടി നടക്കുകയാണ്. ഇഗ്നോർ ചെയ്ത് വിട്ടൂടെ, ഇഗ്നോർ ചെയ്ത് അതിപ്പോ എന്നാ നോറ സായിന്റെ എതിരെ തിരിയാൻ നോക്കിയത്. പക്ഷെ നോറ സായിന്റെ എതിരെ തിരിയാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ സായി അതാണ് പുറത്തുള്ള പണി. സായി പുറത്തെടുക്കുന്ന പണി അതായതുകൊണ്ട് നോറയുടെ എന്ന് പറയുന്നത് ജിൻഡോയും ജാൻമണി. എൻ്റെ അമ്മേ എന്തൊരു ഗബ്രിയോടും ജാസ്മിനോടും നല്ല രീതിയിലാണ് നോറ ഇപ്പം പെരുമാറുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരോട് പോയി നോറ പറയും, എനിക്ക് അവരെ ഇഷ്ടമല്ല, എനിക്ക് കണ്ടുകൂടാ ജാസ്മിന്, ഗബ്രീനെ ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരോട് പറയും. ഇവരോട് നല്ല രീതിയിൽ നിൽക്കണമെന്ന്. അത് എന്താ നോറ, എനിക്ക് തോന്നി ഇവർ പ്ലാൻഡ് ആണോ എന്നൊക്കെ ശരിക്കും ശ്രദ്ധിച്ചോ. ഇന്ന് 2 ഇൻസിഡന്റ് ഉണ്ടായി. ഒന്ന് ജയിൽ, അങ്ങോട്ട് നമ്മൾ വരാം. അതിന് മുന്നേ ജാസ്മിന്റെ ഇഷ്യൂസ് ഈടായിട്ട് വരുന്ന സമയത്ത് നോറ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അവർ ഗെയിം പ്ലാൻ മാറ്റി വിധോ. അവർ ഇനീഷ്യലി ഫൈറ്റ് ചെയ്ത് ഇവർ പുറത്തുനിന്ന് ഒന്നും അല്ലാന്ന് അറിയിച്ചുകൊണ്ട്, ഇവർ കണക്ഷൻ ഇല്ലാന്ന് അറിയിച്ചുകൊണ്ട് വന്ന ഉടനെ ഒരുപാട് അടിയടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കോമൺ വിഷയം, അത് ജിൻഡോ ആണ്, അത് സിബിനാണ്, ഈ പറഞ്ഞ ആൾക്കാരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ജാൻമണിയാണ്, ഈ വിഷയങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചു നോക്കൊണ്ടു നോറയോട് അങ്ങോട്ടൊട്ടാൻ ജാസ്മിനോട് അങ്ങോട്ടൊട്ടാൻ നോറ വല്ലാതെ ശ്രമിക്കുകയാണ്. ജാസ്മിൻ വല്ല ഉന്തി ഒഴിവാക്കുകയാണ്. ഇനി ജാസ്മിനും കൂടി കണക്റ്റഡ് ആവും. അതിന്റെ ബാക്കി ശ്രമിക്കുന്നുണ്ട്. അത് ഉള്ളിൽ കണക്ഷൻ തന്നെ. എന്താണ് പറയുക, ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പൊ അതാണ് ഒന്ന് സ്ഥിതി. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായി. പിന്നെ ബോളിന്റെ ടാസ്ക് അത് ശ്രീതു നന്നായി ചെയ്തു, പെട്ടെന്ന് ഇട്ടു. ശ്രീതു അങ്ങനെ ക്യാപ്റ്റനായി. ശ്രീതുവിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടാവും നോക്കാം. ശ്രീതു ഇപ്പൊ ഈടായിട്ട് ഭയങ്കര സ്മാർട്ടാ, അങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്നുണ്ട് അത് ചെയ്തിട്ട്. പക്ഷെ ശ്രീതുവിനുണ്ടല്ലോ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ നടക്കുക ഇപ്പോൾ. പിന്നെ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ശ്രീതു അർജുനും എന്തൊക്കെയോ ഒരു ആക്ഷനും എന്തൊക്കെയാ രണ്ടാളും കൂടി കാണിക്കുന്നത്. ശരിക്കും അവർ രണ്ടുപേരും ഇതേപോലെ എന്തോ ഒരു കോംബോ, എന്തോ ഒരു സംഭവമാണ്. ഒരുപാട് പുറത്ത് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വൺ ഇന്ത്യ മലയാളം അങ്ങനത്തെ കുറേ ചാനൽസ് ഉണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസിലേക്ക് അവരൊക്കെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. ഇവർ കുറേ ആയിട്ട് ഇവർ രണ്ടാളെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സജഷൻസ് ആയിട്ട് വരുമല്ലോ, നമുക്ക് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് സജഷൻസ് ആയിട്ട് വരും. അപ്പോൾ അതാണ് സംഗതി. പിന്നെ ഇതുകൂടി പറയാം, ജയിൽ നോമിനേഷൻ ഉണ്ടായിട്ടോ. അതിൻ്റെ ഇടയിൽ ജയിൽ നോമിനേഷൻ ഉണ്ടായപ്പോൾ പിന്നെ പവർ ടീമിന് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന അവർ നോറേനെ, അവർ ശരിക്കും ഗബ്രീനെ നോമിനേറ്റ് ചെയ്യാൻ വിചാരിച്ചതാ. പക്ഷേ സിബിൻ ഒരു തെറ്റ് ചെയ്തു. സിബിൻ സോറി പറഞ്ഞു. സിബിൻ സോറി പറയണത് കണ്ടോണ്ട് മാത്രമാണ് നമ്മൾ ഗബ്രി അപ്പം തന്നെ എണീറ്റ് വന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ഇന്നലെ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തു, അതിന് സോറി പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഈ പവർ ടീമിലുള്ളവർക്ക് ഒരു തോന്നലുണ്ടാവില്ല, ഇവർ തെറ്റ് ചെയ്തു സോറി പറഞ്ഞു. പിന്നെ ഇവനും സോറി പറഞ്ഞിട്ട് ആ കേസും പറഞ്ഞ് അവനെ ജയിലിലേക്ക് വിടുന്നത് മോശമല്ലേ വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, നോറേനെ വിടും. നോറേനെ വിടാനുള്ള റീസൺ ഉണ്ട് കേട്ടോ. ആ റീസൺ ശരിക്കും എനിക്ക് കാര്യപ്പെട്ട റീസൺ ആയിട്ട് തന്നെയാണ് തോന്നിയത്. അതായത് ഇപ്പോൾ ഈ പവർ ടീം ഒരു മീറ്റിങ്ങിന് വിളിക്കും. ഇന്നലെ വിളിച്ചു ഒരു മീറ്റിംഗ്, ഇന്നലെ ജാസ്മിൻ ജിൻഡോ ഇഷ്യൂ, ഇന്ന് ഇതേപോലെ ഒരു മീറ്റിംഗ്. എപ്പോൾ പവർ ടീം മീറ്റിങ്ങിന് വിളിച്ചാലും നോറ വരില്ല. നോറ തെറ്റിയിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും, ഞാൻ വരില്ല. ഇന്നലെ കിടക്കയിൽ പോയി കിടന്നു. വളരെ ക്ലിയർ ആയിട്ട് അനുസരിക്കണില്ല എന്നുള്ള രീതിയിൽ ചീപ്പ് സ്പേസ് ഉണ്ടാക്കല്. ഞാൻ എൻ്റെ ഒരു ഇത് പറയാനും, നോറ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന കളി ഏറ്റവും ചീപ്പസ്റ്റ് ഗെയിമാണ്. ബിഗ് ബോസ് ഇപ്പം ഞാൻ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും ചീപ്പ് കളി കളിക്കുന്നത് നോറ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും. എൻ്റെ ഒരു ഇതിൽ പറയാം. കാരണം വെച്ചാൽ സ്പേസ് ഐഡിയ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് വേണം എന്തെങ്കിലും. എന്നിട്ട് സമയം കളയുക, സമയമാണ് പോണതേ. അത് പോട്ടെ, അതൊന്ന്. പിന്നെന്താ ജയില്, അങ്ങനെ ജയിലിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും അവിടെ നോറയും ജാസ്മിനും ബന്ധം. പക്ഷെ ജയിലിൻ്റെ ആ സമയം ഭയങ്കര കോമഡി ആയിരുന്നു അല്ലേ? ജാസ്മിന് സമ്മതിച്ചു കേട്ടോ. എന്തൊക്കെയാ നിങ്ങൾ കണ്ടോ എപ്പിസോഡില്? ജാസ്മിൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്. ജാസ്മിൻ ഒരു രക്ഷയില്ലോ. ജാസ്മിനായിട്ട് മുട്ടി നിൽക്കാൻ കഴിയില്ല. പറഞ്ഞാൽ കഴിയാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജാസ്മിൻ ഒരു ഷിപ്പ് ജിൻഡോ നിൽക്കലോ കണ്ടോ? ജിൻഡോ ചൂടാവണില്ല, എൻ്റെ കൂളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ജിൻഡോനെ എന്തൊക്കെയാ വിളിച്ച് കാലമാടൻ സൊട്ട. ജയില് തുറന്നിട്ട് കെട്ടിപ്പിടിച്ചില്ലേ? ഗബ്രി ജയില് തുറന്നത് അതാ
ഗബ്രി ജയിലിൽ വന്നിട്ട് ജയിലിന്റെ ഉള്ളിൽ കൂടെ കെട്ടിപ്പിടിച്ചു. പിന്നെ ജയിലിൽ മുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ തുറന്ന സമയത്ത് ഗബ്രി ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ എന്തോ ഒരു കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിച്ചത് ജിൻഡോ ചോദിച്ചു. അതാണ് പ്രശ്നമായത്. എന്താ കേറിയോ, ജയിലിലേക്ക് കേറിയോ ചോദിച്ചു. ഈ ഇതുണ്ട് സിബിൻ നോക്കിക്കണത്, അതില് ജാസ്മിനും നോറയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ സിബിൻ ഒളിഞ്ഞു കേൾക്കണം. എന്നിട്ട് ഇങ്ങനെ എന്താക്കില്ലേ, എന്താ പറയാ, മൂർച്ച കൂട്ടി കൊടുക്കില്ലേ, ഇങ്ങനെയൊക്കെ നിന്ന് കാണിക്കുന്നത്. ജാസ്മിന്റെ വർത്താനം കേൾക്കുമ്പോൾ ശ്രീരേഖയുടെ അൻസിബിയുടെ മുഖമാണ്. അൻസിബി മുഖം കണ്ടോ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണില്ലേ, അയ്യേന്ന് പറഞ്ഞു പോയി. അയ്യോ, ഞാൻ ആ സെയിം ടൈമിൽ നമ്മുടെ ജാസ്മിന്റെ വർത്താനം കേട്ട സംസാരിക്കാൻ പറ്റുന്ന. ശരിക്കും പറയട്ടെ, ആ കുട്ടിക്ക് ഒരു ഇതില്ലേ. പിന്നെ മറ്റേ ഇവന് എന്താ പറയാ, ഗബ്രിക്ക് ഫ്ലൈയിങ് കീസ് കൊടുക്കുക കിടക്കണു, ഇവൻ അവിടെ പോയിട്ട് കണ്ണാടി കൂടി നോക്കിയാൽ നിന്നെ നേരെ കാണാൻ പറഞ്ഞു. നമ്മൾ ഈ ഗബ്രി ജാസ്മിൻ വിഷയം എടുക്കുന്ന സമയത്ത് കുറെ കമന്റ്സ് വരുന്നുണ്ട്. പിന്നെ സായിയുടെ വൈഫ്, സീക്രട്ട് ഏജന്റിന്റെ വൈഫിന്റെ കുറച്ച് ഡയലോഗുകൾ, ഇതെല്ലാം കൂടി കണ്ടു ഈ അഫ്സലിന്റെ സംഭവം റിലേറ്റഡ് ആയിട്ട് അല്ലേ. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, പറയാനുള്ള റീസൺ നമ്മൾ ഒഴിവാക്കി വിടണമെന്നായിരിക്കുമ്പോഴും നമ്മൾ ഒഴിവാക്കുന്ന വെച്ചാൽ ഈ കമൻസുകൾ കൊണ്ടാട്ടോ പല ആൾക്കാരും നമ്മളതിൻ്റെ പുറകെ തൂങ്ങുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ഗബ്രി അല്ല ജാസ്മിൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. നോറ ചോദിച്ചപ്പോൾ നീ കമ്മിറ്റഡ് ആണെന്നുള്ള ഒരു സംസാരം പറഞ്ഞു. നീ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞേ, ഈവൻ ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ പോലും അതിതല്ലേ, നോറയ്ക്ക് ഇവരുടെ പഴയ വീഡിയോ കണ്ടപ്പോൾ അതുവരെ അവൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പഴയ വീഡിയോ വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്തപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നി, എനിക്ക് സംശയമായി ഇത് എന്ത് റിലേഷൻഷിപ്പാ സംശയം. അപ്പൊ ജാസ്മിൻ പറയാ, വീഡിയോ കണ്ടപ്പോ ഗബ്രിക്ക് തോന്നിയത്, അപ്പോഴും എനിക്ക് ഒരു ഭാഗത്തുനിന്നാ തോന്നിയത്. അപ്പൊ ജാസ്മിൻ പറയാ, ഞങ്ങൾക്കും അറിയില്ല. പിന്നെ മാത്രല്ല വേറെ എന്താ അറിയാത്തത്, ഈവൻ ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ പോലും ഞാൻ ഉള്ളിൽ വന്നാൽ അങ്ങനെ ചിലപ്പോ ആയി പോകുന്നു. അപ്പൊ ഇവള് ചോദിച്ചു പുറത്ത് നീ കമ്മിറ്റഡ് അല്ലേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു കമ്മിറ്റഡ് ആണെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ ഇവിടെ തുടങ്ങാലോ. എന്താ അതിന്റെ അർത്ഥം? ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ? ജാസ്മിൻ പുറത്ത് കല്യാണം ഉറപ്പിച്ചൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ച എന്താ അവസ്ഥ ഉണ്ടാവും? കല്യാണം കഴിച്ചത് പോവാതിരിക്കുവോ? അത് വളരെ ക്ലിയർ ആയിട്ട്. പിന്നെ ഹെയ്ദി പറഞ്ഞ അവരുടെ ഫ്രണ്ടില്ലേ, ഹെയ്ദിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് ചോദിച്ചത് പക്ഷെ സമയം കിട്ടിയില്ല. ഹെയ്ദിന്റെ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് ഈ പോളിഗമി, മോണോഗമി, നമ്മൾ അങ്ങനത്തെ വേർഡ്സും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. പോളിഗമി പറഞ്ഞാൽ ബഹുഭാര്യത്തല്ല, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുക, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്ന സംഭവം, സിംഗിൾ പാർട്ട്ണർ. പിന്നെ വേറൊരു വേർഡും കൂടി ഉണ്ട്, എന്താ സംഭവിച്ചാൽ നമുക്കൊരാളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത് അയാളായിട്ടുള്ള ഭയങ്കര ബന്ധമായതിനു ശേഷം, അതായത് മാനസികമായിട്ട് അയാളോട് അടുത്ത്, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ, നമ്മളതിൽ PhD നിർത്തിട്ടും പരിപാടി അങ്ങനത്തെ ഒരു ചിന്താഗതി തന്നെയല്ല നമ്മളുടെ. നമ്മൾ എന്താ പറയുക, ഞങ്ങൾ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഒരു അമ്മാവൻ അമ്മായി എന്നൊക്കെ ആൾക്കാർ പറയുമായിരിക്കാം, സത്യത്തിൽ അല്ല ഞാൻ പറയാം, ആൾക്കാർ ചിലപ്പോൾ തോന്നുമായിരിക്കാം, പക്ഷേ നമ്മൾ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരല്ല. അത് പറയാം എന്താ വെച്ചാൽ ഒരാളോട് സെക്ഷലി അട്രാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു ടേമൊക്കെ പൊളിച്ച് പറഞ്ഞു. ഒരാളായിട്ട് ആദ്യം തന്നെ കണക്ഷൻ, മാനസികമായിട്ട് അടുപ്പം വേണം. അഫ്സൽ അങ്ങനത്തെ വ്യക്തിയാണ്, ഇവള് പോളിഗമി ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെയൊക്കെയോ സംഗതികൾ, ഇഷ്ടപ്പെടുന്ന ആൾ എന്നല്ല പറഞ്ഞത്, അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടർ ഇനിയിപ്പോൾ അവരങ്ങനെ ഹെയ്ദി അങ്ങനെ പറഞ്ഞു എന്നല്ലാണ്ട് പറഞ്ഞു, അതിൻ്റെ പുറകെ ആരും പിടിച്ചു വരണ്ട, ഞാൻ അവരുടെ വീഡിയോ ജസ്റ്റ് ബാക്കി പറഞ്ഞു, അതുകൊണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഹെയ്ദി അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ രീതിയിലുള്ള ആൾക്കാരായിരിക്കാം. കാരണം വെച്ചാൽ അവർക്കൊന്നും അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളായിട്ട്, പിന്നെ ഇപ്പം ഇതിലെന്താ അർത്ഥമുള്ളത്, ഒരാളായിട്ട് ഇഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ലൊരുത്തനെ കാണുന്ന സമയത്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കുക. മൊബൈൽ ഫോണാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. ഒരു മൊബൈൽ ഉപയോഗിക്കുന്നു, ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുന്ന സമയത്ത് മറ്റവൻ്റെ കയ്യിൽ S24 Ultra കാണുന്ന സമയത്ത് എന്നൊക്കെ S24 Ultra, അങ്ങനെ ഈ പഴയ 21 ഒഴിവാക്കുന്നു, 24 Ultrയ്ക്ക് പോകുന്നു. ഇത് വിവരം ഇല്ലാഞ്ഞിട്ടാണോ? നോറ വ്യക്തമായിട്ട് ചോദിച്ചു, നീ പുറത്ത് കമ്മിറ്റഡ് അല്ലേ? അപ്പോൾ അവള് പറഞ്ഞു, നീ മാം പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് വേണമെങ്കിൽ തുടങ്ങാം, പക്ഷേ ഞങ്ങൾക്കറിയില്ല എന്താ റിലേഷൻ, ഞങ്ങൾക്ക് അങ്ങനെ അല്ലാതെ. ജാസ്മിൻ ഫാൻസ് മോശമാണത്, മോശമാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എത്ര പേര് വന്നാലും കാര്യം ഭയങ്കര മോശമാണ്. ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരു പെൺകുട്ടി, ഒരു ക്യാരക്ടർ ഇല്ലാത്ത. ചിലപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഒരു ക്യാരക്ടർ ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത്, സംസ്കാരമില്ല ശരിക്കും. ഇന്നും കൂടി കേട്ടപ്പോ എനിക്ക് തെളിഞ്ഞു. എന്നിട്ട് ഗബ്രി അവിടെ ബെഡിൽ പോയിരുന്നിട്ട് ഇവളോട് ഫ്ലൈങ് കീസ് കൊടുക്കണം, ഇവള് ഫ്ലൈങ് അത് കഴിഞ്ഞിട്ട് ഗബ്രി കാണിക്കണേ
ഇങ്ങനെ കാണിച്ചു കേട്ടോ, പിന്നെ എന്താ കാണിച്ച്, പിന്നെ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഒരുവിധം ആക്ഷൻ ഒക്കെ എനിക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ, കമന്റ് ചെയ്തോ. ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് അല്ല അങ്ങനെയല്ല, ഒന്നുകൂടി നോക്കണം. നിങ്ങൾ എപ്പിസോഡ് കാണുകയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോ. എനിക്ക് മനസ്സിലായില്ല, കൂട്ടുകാർ മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരുവിധം മറ്റേ അങ്ങനത്തെ ആക്ഷൻ ഒക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവും. നമ്മള് ഒരുവിധം കോഡ് ഭാഷ എല്ലാ കാര്യങ്ങളും അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി മാസ്റ്റർ അല്ല, നമുക്ക് അറിയാം. പക്ഷെ ഇതെനിക്ക് മനസ്സിലായില്ല. നമ്മളെ നിഘണ്ടുവിലില്ലാത്ത എന്തോ ഒരു കോഡ് ഭാഷ. അവരെന്തെങ്കിലും സംസാരിക്കുന്ന കാര്യമായിരിക്കും, അവരെന്തെങ്കിലും ഞാൻ കാണിച്ചത് സ്ക്രീനിൽ കണ്ടില്ലേ? നമ്മള് പഴയ 143 ബാലാമണി 143 നമ്മളിപ്പോഴും സമയത്ത് ഞാൻ കോളേജിലല്ലേ അല്ല ഞാൻ +1 ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ഒരുമിച്ച് പോയി കണ്ട പടാണ് അതാണ് ഞാൻ പറഞ്ഞത്. കല്യാണത്തിന് മുമ്പേ കേട്ടോ, കല്യാണത്തിനൊക്കെ മുമ്പേ കണ്ട കോഡ് ഭാഷ എന്ന് പറഞ്ഞാൽ ബാലാമണി 143. അയ്യോ അപ്പൊ പോട്ടെ, വേറൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോ എന്താ വേറൊന്നുമില്ലല്ലോ നീ? ഒന്നുമില്ല. അപ്പോൾ ഇതാണ് സ്ഥിതി കേട്ടോ. ഏകദേശം 20 മിനിറ്റായി. ഷോർട്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ, പക്ഷേ ഷോർട്ടായി പോകുന്നില്ല. നമ്മളിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള പരിപാടി ചിന്തിക്കട്ടോ. ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോസിനൊന്നും കൂടി നമുക്ക് തന്നെ സന്തോഷമാണ്. 5 ആളോ 10 ആളോ ഒന്നും അതല്ല, ഒരു 10 കുറച്ച് നമ്പേഴ്സ് കാണുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കമൻറ്റ് നിങ്ങൾ ചെയ്യുന്നതും കാണുന്നതെന്ന് അറിയാം. അപ്പോൾ ലൈക്കും കൂടി ചെയ്താൽ നമുക്ക് ഒരു സന്തോഷം, മനസ്സിനും സന്തോഷം കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ചിന്തിക്കുക. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ് അല്ല, ഗോഡ് ബ്ലെസ്. ഇത് പകലാണല്ലോ.